ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയവേദന കാണുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കഷ്ടതയിൽ നെടുവീർപ്പിട്ട് നിലവിളിക്കുമ്പോൾ ദൈവം തൻ്റെ ദാസനായ മോശയ്ക്ക് പ്രത്യക്ഷനായി. ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ ഞരക്കം ഞാൻ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ പുറമേയുള്ളത് മാത്രം കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നുറുക്കം കാണുന്ന, ഹൃദയത്തിൻ്റെ വേദന കാണുന്ന ദൈവം അത് കണ്ടു നിൽക്കുന്നവനല്ല, അവൻ സമീപസ്ഥനാണ്, അരികത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവം എന്തിനാണ് അടുത്തു വരുന്നത്? ഇന്ന് പകൽ ദൈവം അടുത്തു വരികയാണ്. ഹൃദയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ അടുക്കലേക്ക് ദൈവം വരികയാണ്. എന്തിനാണ് അടുത്തു വരുന്നത്? മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൻ വരുന്നത് രക്ഷകനായിട്ടാണ്. അവൻ വരുന്നത് രക്ഷിക്കുന്ന വീരനായിട്ടാണ്. ദൈവത്തിനൊരിക്കലും നിങ്ങളുടെ തകർച്ച കണ്ടു നിൽക്കുവാൻ കഴിയുകയില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ട്. ഒരപ്പനും തൻ്റെ കുഞ്ഞ് കരയുന്നത്, തകർന്നിരിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഈ കഷ്ടതയിൽ മനുഷ്യരുടെ ആശ്വാസങ്ങൾക്ക് പരിമിതിയുണ്ട്. മനുഷ്യർ ഈ വിഷയം അറിഞ്ഞാൽ തന്നെയും അവരൊക്കെ അശക്തരും പരിമിതിയുള്ളവരുമാണ്. ഒരു പരിധി വിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. എന്നാൽ യേശു കർത്താവ് വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ, യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയി. ആ ഭവനത്തിലേക്ക് യേശു വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ബാല ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഇന്ന് പകൽ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കുക മാത്രമല്ല, അവൻ തൻ്റെ വചനം അയക്കും, അവൻ തൻ്റെ പ്രവൃത്തി തികയ്ക്കും. കേവലം നിങ്ങളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ച് മടങ്ങാനല്ല യേശു അടുത്തു വരുന്നത്. അവൻ വരുന്നത് മനസ്സ് തകർന്നവരെ രക്ഷിക്കുവാനാണ്. അതെ, അവൻ തൻ്റെ വചനം അയച്ച് നിങ്ങളെ വിടുവിക്കും. ഇന്ന് പകൽ അവൻ മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടും, അവനവരെ സൗഖ്യമാക്കും. ദൈവം നിങ്ങളെ രക്ഷിക്കും. ദൈവം നിങ്ങളുടെ മുറിവുകളെ കെട്ടും. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഇന്ന് പകൽ നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങളെ അറിയുന്നവനുണ്ട്. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു പ്രാർത്ഥന എന്ന വണ്ണം വാക്കുകൾ പോലും വരാതെ അത്രത്തോളം വലിയ ഞെരുക്കത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയായി വെളിപ്പെടാൻ പോകുന്നു. ദൈവം രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയോടെ വെളിപ്പെടുകയാണ്. ദൈവവചനത്തെ വിശ്വസിക്കുക. അവൻ നിന്റെ തകർച്ച കണ്ടു നിൽക്കുന്നവനല്ല. അതിവേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിവേഗത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ നാളെ നൃത്തമായി മാറാൻ പോവുകയാണ്. തപ്പോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സുദിനം തൊട്ടു മുൻപിലുണ്ട്. വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.